ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. അതിരപ്പിള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തൃശൂരിൽ BJP-യിൽ പൊട്ടിത്തെറി. കോർപ്പറേഷൻ 41-ാം ഡിവിഷനിൽ BJP-ക്ക് വിമത സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പുള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJP-യിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. ഗുരുവായൂർ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V. ചന്ദ്രൻ CPI-യിൽ നിന്ന് രാജിവെച്ചു. കൊണ്ടാഴിയിൽ CPI-യിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. വ്രതശുദ്ധിയുടെ പുണ്യമായി മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ നാളെ തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന കാർ 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എറണാകുളം കലൂരിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാർ അതിരപ്പിള്ളിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു. പൊന്നാനി സ്വദേശി നേഹയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹാജിഷ, ശ്രീരാഗ്, ആയിഷ, ഷിമ, സഫാൻ, ആൻസിയ, ക്ലേര, മിലി, മുഹമ്മദ് സുൽത്താൻ എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 8 പേർ ഹോട്ടൽ ജീവനക്കാരാണ്. വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടെയായിരുന്നു അപകടം. കാർ പിന്നിലേക്ക് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പുഴത്തീരത്ത് വരെ നിയന്ത്രണം തെറ്റിയ കാർ എത്തി. സംഭവം നടന്നയുടൻ ടൂറിസം, പോലീസും അതിരപ്പിള്ളിയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തി. വടൂക്കര 41-ാം ഡിവിഷനിൽ BJP-യുടെ റിബൽ സ്ഥാനാർത്ഥിയായി CR സുജിത് കുമാർ മത്സരരംഗത്ത്. പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് NDA സ്ഥാനാർത്ഥിയായി സദാനന്ദൻ വാഴപ്പുള്ളിയെ നിയമിച്ചതെന്ന് ആരോപണം. തൃശൂർ കോർപ്പറേഷനിലെ 41-ാം ഡിവിഷനായ വടൂക്കരയിലാണ് NDA സ്ഥാനാർത്ഥിയായ സദാനന്ദൻ വാഴപ്പുള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാർ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. നേരത്തെ 40-ാം ഡിവിഷനായിരുന്ന ഇവിടെ കോൺഗ്രസ് കൌൺസിലറായി മത്സരിച്ച് ജയിച്ച സദാനന്ദൻ വാഴപ്പുള്ളി NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് മത്സരിക്കുന്നതെന്ന് സുജിത് കുമാർ പറഞ്ഞു. 20 വർഷത്തോളം പാർട്ടിയെ വളർത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സുജിത് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെയാണ് പത്മജ വേണുഗോപാലിന്റെ നോമിനിയായി 2 മാസം മുൻപ് മാത്രം പാർട്ടിയിൽ ചേർന്ന സദാനന്ദൻ വാഴപ്പുള്ളിക്ക് സീറ്റ് നൽകിയതെന്ന് പ്രവർത്തകർ പറയുന്നു. പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി പ്രതിഷേധിച്ചാണ് മത്സരിക്കാൻ തയ്യാറായതെന്ന് പറഞ്ഞു. 15 വർഷം 20 വർഷമായിട്ട് സജീവ ജനങ്ങൾക്ക് നല്ല രീതിയിൽ BJP പ്രശ്നം ന്യൂനപക്ഷം സംവിധാനം നല്ല രീതിയിലുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടായാലും മുസ്ലിം വോട്ടായാലും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 1570 വോട്ടിലെത്തിയാണ് പാർട്ടി 1-ാം സ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ. ഇത്രത്തോളം എത്താനായിട്ട് ഈ കാണുന്ന ചെറുപ്പക്കാരായി എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി വലുതായി, പാർട്ടിയിൽ വോട്ടായി എന്ന് പറഞ്ഞപ്പോൾ ഈ 1570 വോട്ടാക്കാൻ പ്രവർത്തിച്ച പ്രവർത്തകരെ വാക്കിന് വരില്ല. പകരം അത് കണ്ടുവന്ന മറ്റു പാർട്ടിയിൽ നിന്ന് ചാടി വന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പിടിച്ചിവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും മാനസിക വിഷമമായി. എല്ലാവരും മാറി നിൽക്കാമെന്നുള്ള തീരുമാനത്തിൽ ആദ്യം എത്തി. പിന്നെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മത്സരിക്കാം. ഇത്ര കാലം പാർട്ടിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് നമ്മളായതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ടാക്സി ഡ്രൈവറും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്ന സുജിത് കുമാർ കഴിഞ്ഞ 1.5 വർഷമായി സജീവ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ്
പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതുമാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം. കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷ കള്ളിയത്തും പാർട്ടി വിടുന്നത്. BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് സുജിഷ അംഗത്വം സ്വീകരിച്ചു. ഇവരോടൊപ്പം ചേർപ്പിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക ഷാലി ജഗനും BJPയിൽ ചേർന്നു. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്ന തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയാണ് BJPയിൽ ചേരാനിടയാക്കിയതെന്നാണ് സുജിഷ പറയുന്നത്. രാഷ്ട്രീയം തന്നെ വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് BJP പ്രവേശനമെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും അവസരം കിട്ടിയാൽ മത്സരിക്കുമെന്നും സുജിഷ കള്ളിയത്ത് പറയുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോകാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനേ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മാറി നിന്നത്. ആ സമയത്താണ് വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത്. അപ്പം അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ട, നമ്മളെ ആർക്കാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത്. രാജ്യവ്യാപകമായി BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ചെറുതും വലുതുമായ ധാരാളം നേതാക്കൾ കടന്നുവരുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 1000 കോടി രൂപയുടെ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം നേരിടുന്ന INTUC നേതാവ് R ചന്ദ്രശേഖരനെ സഹായിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വടൂക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ കൗൺസിലർ സദാനന്ദൻ വാഴപ്പുള്ളി ആ മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും 6 മാസം മുൻപ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതാണെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TCV തൃശൂർ. ഗുരുവായൂരിൽ CPIയിൽ പൊട്ടിത്തെറി. CPI നേതാവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജിനും സഹോദരൻ KK ജ്യോതിരാജിനെതിരെയും കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് പാർട്ടി വിട്ടത്. CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് അഭിലാഷ് വി ചന്ദ്രൻ. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിലെ 26-ാം വാർഡായ ഇരിങ്ങപ്പുറം സൗത്തിൽ നിന്ന് 469 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടിയാണ് അഭിലാഷ് വി ചന്ദ്രൻ വിജയിച്ചത്. തുടർന്ന് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനായി വത്സരാജും ജ്യോതിരാജും അധികാരത്തണലിൽ പാർട്ടിയെ ആളുകളിൽ നിന്നും അകറ്റി പാർട്ടിയെ ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് അഭിലാഷ് ആരോപിക്കുന്നു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. CPI മുതിർന്ന നേതാവും ചേലക്കര CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ PR വിശ്വനാഥൻ കൊണ്ടാഴി പഞ്ചായത്തിലെ പാറമേൽപ്പടി 5-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും. AIYF നേതാവായ കൃഷ്ണകുമാറിന് എതിരായാണ് വിശ്വനാഥൻ മത്സരിക്കുന്നത്. വിശ്വനാഥനെ ചേലക്കര CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു വിശ്വനാഥൻ. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രങ്ങളിലേക്ക് ആയിരങ്ങളെത്തി. മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂർ ക്ഷേത്രനഗരി ശരണം വിളികളാൽ മുഖരിതമാകും. എവിടെ നോക്കിയാലും വ്രതം നോറ്റ് കറുപ്പണിഞ്ഞെത്തുന്ന തീർത്ഥാടക കൂട്ടം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികവും. ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പന് മുന്നിൽ മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായി തിരക്കേറും. ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും തീർത്ഥാടകർ ഗുരുവായൂർ ഇടത്താവളമാക്കും. ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക വരി ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലകാലത്തെ രാവിലെയുള്ള കാഴ്ചശീവേലിക്ക് പ്രത്യേകതകളുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഒരാനയും 3 പ്രദക്ഷിണവുമുള്ള കാഴ്ചശീവേലിയിൽ മണ്ഡലകാലം കഴിയുന്നതുവരെ 3 ആനകളും 5 പ്രദക്ഷിണവും ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകമാണ് മണ്ഡലകാലത്തെ മറ്റൊരു സവിശേഷത. 40 ദിവസത്തെ പഞ്ചഗവ്യ അഭിഷേകവും 41-ാം ദിവസത്തെ കളഭാട്ടവും മണ്ഡലകാല ചടങ്ങുകളിൽ അതിപ്രധാനമാണ്.
ദിവസവും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് പഞ്ചഗവ്യാഭിഷേകം. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ദിനത്തിൽ പഞ്ചഗവ്യാഭിഷേകം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും ഓദിക്കാന്മാരാണ് നിർവഹിക്കുക. ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത പഞ്ചഗവ്യം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. TCV ന്യൂസ്, ഗുരുവായൂർ. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മനയിലെ വിശേഷാൽ പൂജകളും നൂറും പാലും സമർപ്പണവും അനുഷ്ഠാന ശുദ്ധിയോടെ നടന്നു. കാവുകളും വൻവൃക്ഷങ്ങളും നിറഞ്ഞ മനയിലെ ആചാരമനുസരിച്ച് ചിങ്ങം, മിഥുനം, കർക്കിടകം ഒഴികെയുള്ള മലയാള മാസങ്ങളിലെ 1-ാം തീയതിയും എല്ലാ വിഭാഗം ആളുകൾക്കും ദർശനം അനുവദിക്കുന്നുണ്ട്. കൂടാതെ കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം, ഭരണി വരെയുള്ള ദിവസങ്ങൾ, കർക്കിടക മാസത്തിലെ അവസാന ദിവസം, മേടമാസം 10-ാം തീയതി എന്നീ ദിവസങ്ങളിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും കിഴക്കിനിയിൽ ദർശനത്തിന് അനുവദിക്കുന്നത്. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ നാളെ തുടക്കമാകും. 8500-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. 4 നാൾ നീണ്ടുനിൽക്കുന്ന കലോത്സവം 22 വേദികളിലായാണ് നടക്കുന്നത്. കലോത്സവത്തിന് മുന്നോടിയായി സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര നടന്നു. കലോത്സവത്തിലെ പ്രധാന ഇനങ്ങൾ TCV സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഗുരുവായൂർ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ഭദ്രദീപം തെളിഞ്ഞു. ഭക്തി നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ഇന്ന് രാവിലെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളിക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. ക്ഷേത്രം അടിയന്തര വിഭാഗത്തിലെ നാദസ്വരം, തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവം സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാധാബി എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. പ്രൊഫസർ S ഈശ്വരവർമ്മ വയലിനിലും N ഹരി മൃദംഗത്തിലും പങ്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ അയ്യന്തോൾ സ്വദേശി അദിത് ഷാ സിബിയുടെ കീർത്തനത്തോടുകൂടെ സംഗീതാർച്ചന ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം പാണ്ടിമേളം പ്രമാണിയായി ചെറുശ്ശേരി കുട്ടന്മാരാരെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. നിലവിലെ മേളപ്രമാണി ചേരനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ വൈകുണ്ഠ ഏകാദശി നാളിലെ മേളത്തിന് ശേഷം മേളപ്രമാണി സ്ഥാനമൊഴിയും. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് തിമിലയിൽ കോങ്ങാട്ട് മധുവും കോട്ടയിൽ രവി മദ്ദളത്തിനും പ്രമാണിമാരാക്കും. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡ് കാട്ടാനക്കൂട്ടത്തിന് സമീപം KSRTC ബസ് കേടായി കിടന്നത് പരിഭ്രാന്തി പരത്തി. തീറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ആനകൾ പ്രകോപനമൊന്നും ഉണ്ടാക്കിയില്ല. യാത്രക്കാരായ 12ഓളം പേർ അതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങളിലും നടന്നുമായി സംഭവ സ്ഥലത്തു നിന്നും പോയി. പ്ലാന്റേഷൻ വഞ്ചിക്കടവ് ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. പ്ലാന്റേഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ബസ്സാണ് ബ്രേക്ക് ഡൌൺ ആയത്. ഏകദേശം 30 മീറ്റർ അകലെയാണ് ആനകൾ നിന്നത്. സ്ഥിരമായി ആനകൾ സഞ്ചരിക്കുന്ന ഭാഗമായതിനാൽ ആളുകൾക്ക് വലിയ ഭയപ്പാടുണ്ടായില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്നും മറ്റൊരു ബസ് എത്തി കേടായി കിടന്ന ബസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ചാലക്കുടിയിൽ 9 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൂർ സലീം, ഹിൽട്ടർ സിംഗ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ പ്രതികളെ ചാലക്കുടി പോലീസിന് കൈമാറി. അനധികൃത ഓൺലൈൻ ടാക്സികൾക്കെതിരെയും റെന്റ് കാറുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സംഘടനാ സംസ്ഥാന സെക്രട്ടറി AB ബാബുലേയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക അധ്യക്ഷത വഹിച്ചു. പ്രേംചന്ദ് മണി, പ്രശാന്ത് അന്തിക്കാട്, ഇബ്രാഹിം ചിറ്റപ്പുരം, സജീഷ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലുമായി 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ദേശമംഗലം മനപ്പടിയിൽ രാത്രികാല പട്രോളിംഗിനിടെ ചെറുതുരുത്തി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് 60ഓളം ചാക്ക് പുഴമണൽ കടത്താൻ ശ്രമിച്ച ദേശമംഗലം പള്ളം സ്വദേശികളായ സതീഷ്, ജിഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ CM ജമാലുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ പിടികൂടിയത്.
ഇരിങ്ങാലക്കുട നഗരസഭകളിലെയും നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു. യുവത്വത്തിന് പ്രാധാന്യം നൽകിയാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചത്. നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ LDF ഭരണ തുടർച്ച നേടുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25 വർഷമായി ഭരണം തുടരുന്ന UDFൽ നിന്ന് ഇരിങ്ങാലക്കുട നഗരസഭ ഭരണം പിടിച്ചെടുക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരത്തിലെ ബൈപ്പാസ് റോഡ് നവീകരിക്കാൻ സ്ഥലം MLA കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോടികൾ അനുവദിച്ചിട്ടും റോഡ് നവീകരിക്കുന്നതിൽ UDF ഭരണസമിതി അവഗണന കാട്ടിയെന്ന് നേതാക്കൾ പറഞ്ഞു. കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥലം MP ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ അവഗണിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. LDF നേതാക്കളായ ഉല്ലാസ് കളക്കാട്ട്, P മണി, VA മനോജ് കുമാർ, TK വർഗീസ്, ഉദയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. 43 വാർഡുകളിലുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ 41 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. 2 വാർഡുകളിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും മത്സരിക്കും. നഗരസഭയിലെ UDFൽ നിന്നും മത്സരിക്കുന്ന 41 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക KPCC മുൻ സെക്രട്ടറി MP ജാക്സൺ പ്രഖ്യാപിച്ചു. MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇരിങ്ങാലക്കുടയിൽ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിലുള്ള ഭരണസമിതിയിലെ 6 കൌൺസിലർമാരും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 25 വർഷം തുടർച്ചയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ആണ് നഗരസഭ ഭരിക്കുന്നത്. KPCC സെക്രട്ടറി സോണി യാഗിനെ, DCC വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ, DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷ അംഗത്വം ഉപേക്ഷിച്ച് സന്ധ്യ രാജു ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ആം ആദ്മി പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ 4-ലെ വിയൂരിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായി പാർട്ടി നേതൃത്വം അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെക്കുംകര പഞ്ചായത്ത് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിഷാന്ത് മച്ചാട് അധ്യക്ഷത വഹിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി MU കബീർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മേരി തോമസ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊണ്ടാഴി 10ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി താര ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MK അബ്ദുറഹ്മാൻ, TC വിനോദ്, AU അബ്ദുറഹ്മാൻ, TM രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാവറട്ടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പഞ്ചായത്ത് സെക്രട്ടറി S ശ്രീകുമാറിനാണ് പത്രിക നൽകിയത്. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളായ രജില സന്തോഷ്, PB വിന്ദുജ, ഷീബ തോമസ്, ബിന്ദു സാംസൺ, മേരി എഡിസൺ, സിൽജി ജോജു, മേരി പീറ്റർ, രുക്മണി ശേഖരൻ, അബ്ദുൾ റഹ്മാൻ, KS രാമൻ, ലിജി ഷാജു, ബീന സെബാസ്റ്റ്യൻ, നസീമ അയൂബ്, KK സുധ, രവി ചെറാട്ടി, സിബി ജോൺസൺ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് പൂനിലാർക്കാവ് മൈതാനത്ത് ഒരുക്കുന്ന ബഹുനില പന്തലിന് കാൽനാട്ടി. ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുനില പന്തൽ ഒരുക്കുന്നത്. പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NV ബിജു, ദിനേശ്, പരമേശ്വരൻ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് T നിർമ്മൽ എന്നിവർ സന്നിഹിതരായി. ഈ മാസം 26-നാണ് കൊടകര ഷഷ്ടി. കോലടി ഗ്രാമീണ വായനശാല പ്രവർത്തകനായിരുന്ന K മുരളീധരനെ അനുസ്മരിച്ചു. ബാക്കി പത്രമാണ്
ആ അഭിമാനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത്. പക്ഷേ ആ കേരളത്തെ വിശേഷിപ്പിച്ചതിൻ്റെ മറവിലാണ് കൊടകര കൊളുത്തൂർക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ ശ്രീകല ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള വിഷ്ണുദേവി കാവടി ചിന്ത് സംഘത്തിന്റെ അരങ്ങേറ്റം നടന്നു. 10 വനിതാ സംഘമാണ് കാവടി ചിന്ത് അരങ്ങേറ്റം നടത്തിയത്. അഖില കേരള ചിന്തു കലാകാര കൂട്ടം സംഘടനാ പ്രസിഡന്റ് ബാബു കടുപ്പശ്ശേരി, സെക്രട്ടറി ഗിരീഷ് അഷ്ടമിച്ചിറ, ട്രഷറർ ദിലീപ് താണിയത്തുകുന്ന്, രക്ഷാധികാരി രന്തീഷ് കയ്പമംഗലം, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ എന്നിവർ സന്നിഹിതരായി. കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പിള്ളക്കാട് പൊലിയത്ത് സുബ്രഹ്മണ്യന്റെ പശുവിനെയാണ് രക്ഷപ്പെടുത്തിയത്. പുല്ല് മേയാൻ വിട്ട പശുവാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. ഫയർഫോഴ്സ് എത്തി തൊട്ടടുത്ത തോട്ടിൽ നിന്ന് കിണറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറുപയോഗിച്ച് പുറത്തേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള എങ്കക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടൻ സിദ്ധാർത്ഥ ഭരതൻ നിർവഹിച്ചു. ജോഷ് കുമാർ ബ്രോഷർ ഏറ്റുവാങ്ങി. എങ്കക്കാട് ദേശം പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എങ്കക്കാട് ദേശം സുവനീർ താരിഫ് പ്രകാശനം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാറും വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടിയും ചേർന്ന് നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ഗോകുലൻ തുടങ്ങിയവർ സന്നിഹിതരായി. ഫെബ്രുവരി 24 ഉത്രാളിക്കാവ് പൂരം. വെള്ളറക്കാട് കൊല്ലംപടി തേജസ് കോളേജിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി സുമേഷ്, വരവൂർ സ്വദേശി സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 106ാമത് സംഗമം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സ്റ്റാൻഡ് പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ, എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ, സ്റ്റാറ്റ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ജനറൽ കൺവീനർ ഡോക്ടർ KP നന്ദകുമാർ, ട്രഷറർ CV അജിത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർക്ക് 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏകാദശി നാളെ ഡിസംബർ 1 ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. സ്വാമി ചിത്താനന്ദപുരി സമർപ്പണം നിർവഹിക്കും. പൈതൃകം ഏകാദശി സാംസ്കാരിക ഉത്സവ സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചക്കത്ത്, ജനറൽ കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മണലൂർ ഗോപിനാഥ്, മധു G നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലെല്ല പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ബാബു വലപ്പാടിന്റെ 17ാമത് രചനയും ചെറുകഥാ സമാഹാരവുമായ കാരുണ്യത്തിന്റെ കൈകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥരചയിതാവ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MA സലീം പുസ്തകം ഏറ്റുവാങ്ങി. പഠിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ കൈകൾ നാട്ടിക പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, CM നൌഷാദ്, K ദിലീപ് കുമാർ, VR വിജയൻ, ജില്ലാ പഞ്ചായത്ത് നാട്ടിക ഡിവിഷൻ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ പുളിക്കൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. V വിനുവിന് തന്നെ കണ്ടാണിശ്ശേരിയിലെ
സ്വർണ്ണവിലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നേരിയ വർധനവ്. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 11,495 രൂപയും പവന് 91,960 രൂപയുമായി. ഇന്ന് രാവിലെ ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറഞ്ഞിരുന്നു. BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനവും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ സേനൻ, പ്രവീൺ പറങ്ങനാട്ട്, മോഹൻ കളപ്പുരക്കൽ, മിഥുൻ വൃന്ദാവനം, സുനിൽ പുതിയടത്ത്, TG പ്രവീൺ, മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് പറ്റിയ തെറ്റ് പോളിസി ഉടമയിൽ നിന്നും മറച്ചുവെച്ചത് കുറ്റകരമെന്ന് ഉപഭോക്തൃ കോടതി. മണ്ണുത്തി സ്വദേശി PJ പോളി നൽകിയ ഹർജിയിലാണ് ഉപഭോക്തൃ കോടതി ഉത്തരവ്. ജീവൻ സുരക്ഷാ പോളിസി പ്രകാരം പോളിസി ഉടമയ്ക്ക് പോളിസി കാലാവധിയായ 20 വർഷത്തിനു ശേഷം പ്രതിമാസ പെൻഷൻ 3,578 രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും കാലാവധി പൂർത്തിയായപ്പോൾ LIC ഒരു പാദവർഷം 4,817 രൂപ മാത്രം നൽകിയതിനെതിരെയുള്ള ഹർജിയാണ് ഉത്തരവ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,455 രൂപ, പവന് 91,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. അതിരപ്പിള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു, 10 പേർക്ക് പരിക്കേറ്റു, ഒരാളുടെ നില ഗുരുതരം. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തൃശൂരിൽ BJPയിൽ പൊട്ടിത്തെറി. കോർപ്പറേഷൻ 41-ാം ഡിവിഷനിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പുള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ നാളെ തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.